ഏകീകൃത കുർബാന തർക്കത്തിൽ വിയോജനക്കുറിപ്പ് സ്ഥിരീകരിച്ച് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. വൈദികർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സിനഡിൽ വിയോജിപ്പ് അറിയിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായുള്ള കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ചയായെന്നും ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറഞ്ഞു. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സ്മിത, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയം, ആ കാര്യത്തിൽ ഈ സിനഡിൽ വിയോജിപ്പ് അറിയിച്ചത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അത് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര നൽകിയിരിക്കുകയാണ്. അതായത് പ്രചരിക്കുന്ന വിയോജനക്കുറിപ്പ് അത് ശരിയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ ഈ പ്രശ്നമൊന്നും തന്നെ ഇന്ന് നടന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടില്ല. കാരണം ഇതൊരു സഭയുടെ ആഭ്യന്തര വിഷയമാണ്, മറിച്ച് അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനുശേഷം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നുള്ളത് ഈ ന്യൂനപക്ഷ വിഷയങ്ങളായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ സ്കോളർഷിപ്പിന്റെ 80-20 അനുപാതം നടപ്പിലാക്കുന്നതിലെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ നടപടികൾ എന്നിവയിൽ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഭരണിക്കുളങ്ങര ജോർജ് കുര്യനുമായി ആ കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശരി.